ഇപ്പോൾ കണ്ണൂരിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് SFI സംഘടിപ്പിച്ചിട്ടുള്ളത്. പോലീസ് ജലപീരങ്കി അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നേരിടുന്ന കാഴ്ചയും കൂടി കാണാൻ കഴിയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്നു. സമാന്തരമായി ഇപ്പോൾ കണ്ണൂരിൽ രാവിലെ നമ്മൾ കാസർഗോഡും ഈ പ്രതിഷേധം കണ്ടതാണ്. രാജ്യത്ത് മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയാകെ തച്ചുടയ്ക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നു. NDA പോലുള്ള ഏജൻസികൾ വലിയ മാഫിയകൾക്ക് പണക്കൊയ്ത്തിനുള്ള അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം ജന്തർ മന്ദറിലടക്കം നടന്നത്. ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നത്. സ്വന്തമായി ഒരു ഉദ്യോഗസ്ഥൻ പോലുമില്ലാത്ത NDA എന്തിനും ഇങ്ങനെ വച്ചു പുലർത്തുന്നു, അത് പിരിച്ചുവിടേണ്ടതല്ലേ എന്നുള്ള ചോദ്യം നിരന്തരം വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. വലിയ തരത്തിൽ മാഫിയകൾ വാഴുന്നൊരിടമാക്കി സ്വകാര്യ കുത്തകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം കയ്യാനുള്ള മേഖലയാക്കി മാറ്റിയ നീറ്റ് NDA ആ ഏജൻസി പിരിച്ചുവിടപ്പെടുക തന്നെ വേണം. സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നോട്ടില്ല ഈ സമരത്തിൽ നിന്ന് SFI ഉറച്ചു പറയുന്നു. കണ്ണൂരിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ SFI നേതൃത്വം നൽകുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. SFIയുടെ മാർച്ച് ഇതിന് തൊട്ടടുത്ത് എത്തിയ ഉടനെ യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അത് വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. ഇവിടെ നിന്ന് ഇരുന്ന് സമാധാനപരമായി പ്രതിഷേധിച്ചു പോകും, അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകർ ഇപ്പോൾ പോലീസിനോട് പറയുന്നത്. എന്നാൽ പോലീസ് അക്കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ബലം പ്രയോഗിച്ച് അവരെ ഇവിടെ നിന്നും നീക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2 റൗണ്ട് പോലീസ് ജലപീരങ്കി വിദ്യാർത്ഥി സമരത്തിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് വിദ്യാർത്ഥികൾ കയറി അവിടെ പോലീസ് വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിജു, സന്തോഷ്, ഏതായാലും നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ സമാധാനപരമായ ഒരു സമരത്തിനാണ് അവിടെ SFI രൂപം കൊടുത്ത സമാധാനമായ സമരത്തിന്. പക്ഷേ പോലീസ് പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദി സർക്കാരിന് അനുകൂലമായി മോദി സർക്കാരിൻ്റെ ചുവട് പിടിച്ച് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയും ജന്തർ മന്ദറിൽ സമരം ചെയ്തതിൻ്റെ പേരിൽ 5000-ഓളം വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സതീശൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിനനുസരണമായാണ് പോലീസ് പെരുമാറുകയും ചെയ്യുന്നത്. സമാധാനപരമായി എത്തിയ SFI പ്രവർത്തകർക്ക് നേരെ ആണ് നേരത്തെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചത്. ഇപ്പോഴും വിദ്യാർത്ഥികളെ നേരിടുകയാണ് പോലീസ്. തീർച്ചയായും അത് തന്നെയാണ്. വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സമാധാനപരമായി ഇരുന്ന് പ്രതിഷേധിക്കാനാണ് SFI ഇപ്പോൾ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രതിഷേധത്തിന് ശേഷം സമാധാനമായി പിരിഞ്ഞു പോകും എന്നുള്ളത് വിദ്യാർത്ഥി നേതാക്കൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ അത് അംഗീകരിക്കാതെ ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെ തുടക്കം മുതൽക്ക് തന്നെ പോലീസ് ബലം പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. SFIയുടെ പ്രകടനം ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡിന് മുന്നിൽ എത്തുമ്പോഴേക്ക് തന്നെ പോലീസ് ജലപീരങ്കി സമരത്തിന് നേരെ പ്രയോഗിച്ചിരുന്നു. 2 റൗണ്ടാണ് അവിടെ നിന്ന് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഉപരോധ സമരം നടത്തുകയാണ്. അറസ്റ്റിന് വഴങ്ങില്ല, സമരം പൂർത്തീകരിക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കും എന്നുള്ളത് തന്നെയാണ് SFI നേതാക്കൾ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള നീറ്റ് വിഷയത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച ഈ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിഷേധം രേഖപ്പെടുത്തി സമരം നടത്തുമ്പോൾ കേരളത്തിലെ UDF സർക്കാരിന്റെ പോലീസാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ക്രൂരമായി നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സമാധാനപരമായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കണ്ണൂരിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായത്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.